ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഡ്രീമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് നിങ്ങളിത് കാണണ്ട. ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലോട്ട്, അതായത് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുപ്പമുള്ള കുറച്ച് പേരിലോട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഇറങ്ങുന്നുണ്ട് എന്ന് എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്ത്യയിലും അതുപോലെ പുറത്തും ആൾക്കാർ എന്തായാലും ഒരുപാട് പേര് മലയാളീസും ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പോകുന്ന റൂട്ടുകളിൽ എന്തെങ്കിലും എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് കിട്ടിയത്, വേറെ സാമ്പത്തിക കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചേക്കണ്ട. എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ ഒരു ചെറിയൊരു ഷെൽട്ടർ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ടെൻ്റ് അടിക്കാൻ കണക്കിന് ഒരു ചെറിയൊരു സ്ഥലം എനിക്ക് റെഡിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഹെൽപ്പ് അതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിക്കവാറും ഈ പമ്പുകളിലെ കാര്യങ്ങളൊക്കെ ചിലർ സമ്മതിക്കണമെന്നില്ല. എന്നാൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു കാർ പോർച്ചിലായിരുന്നാലും ശരി, ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് ഒരിക്കലും സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് എന്ത് പറയുമ്പോഴും എനിക്ക് പേടിയാണ്. അതായത് ഈ കേൾക്കുന്നവർ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു കാർ പോർച്ചിലായിരുന്നാലും ശരി, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഷെഡിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും അനാഥ കിടക്കാൻ പറ്റിയ ഒരു ടെന്റ് അടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു ചെറിയൊരു സ്ഥലം എനിക്ക് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കും പലർക്കും ചോദ്യം. ഒരുപാട് പേര് ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലഡാക്ക് പോകണതാണോ അല്ലെങ്കിൽ അങ്ങനെ നേപ്പാൾ, ഭൂട്ടാൻ ഇതൊക്കെയാണോ എൻ്റെ ഡ്രീം, അല്ലെങ്കിൽ എൻ്റെ ഒരു റൈഡിൻ്റെ പാറ്റേൺ ഇതാണോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പോണത് കേരളം മുതൽ സിംഗപ്പൂർ വരെയുള്ള ഒരു വലിയൊരു ജേണിയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കേരളം മുതൽ സിംഗപ്പൂർ വരെ പോകുന്ന ഒരു ഫസ്റ്റ് ജേണി. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോഡ് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാകും. മൊത്തം കിളികളുടെ ശബ്ദമാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. നിങ്ങൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ കേട്ടിട്ടുണ്ടാകും. ഞാൻ ഈ ഒരു കൊച്ചു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഇറങ്ങുകയാണ്. എത്രത്തോളം ഇത് പോസിബിൾ ആവും എന്ന് എനിക്കറിയില്ല. അത് ഈ വർഷം തന്നെ എനിക്ക് ചെയ്തെടുക്കാനാണ് ആഗ്രഹം. കേരളം മുതൽ സിംഗപ്പൂർ വരെ പോകുന്ന ഫസ്റ്റ് മൈൽ സ്റ്റോൺ, അതേ ഞാൻ പറയുന്നുള്ളൂ. സിംഗപ്പൂർ വരെ പോകുന്നത് നിസ്സാര കാര്യമല്ല. എത്ര രാജ്യം കവർ ചെയ്യണമെന്ന് കറക്റ്റ് എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള വിസയുടെ കേസായിരുന്നാലും ശരിയാണ്. അത് ബൈക്ക് കൊണ്ടുപോകണത്, പിന്നെ ബൈക്ക് കൊണ്ടുപോകുന്ന കാർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം വേണം. ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി വെച്ചേക്കണം. പക്ഷെ അതിനുള്ള ഫണ്ട് ഇപ്പം നിലവിൽ എനിക്ക് റെഡി ആയിട്ടില്ല. അപ്പം ഞാനിത് ആരുടെടുത്തും ഫണ്ട് ചോദിക്കാനോ ഒന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യണം. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ച് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. കാരണം അതിനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുള്ളൂ. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടും വെച്ചുകൊണ്ട് നീ ഇതെന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഈ ഒരു ഭാഗ കാര്യങ്ങൾ അറിയുമ്പോൾ പോലും പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇതെങ്ങനെ ഈ ഒരു എമൗണ്ട് വെച്ചാൽ അതുവരെ എത്തും എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ, നമ്മളൊരു ആവശ്യമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് സഹായങ്ങൾ വന്നെത്തും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാര്യം ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതിൽ 80% പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആളായിട്ടായിരുന്നാലും ശരി തന്നെ, സപ്പോർട്ടായിരുന്നാലും ശരി തന്നെ, പ്രോഡക്റ്റ് വൈസ് ആയിരുന്നാലും ശരി തന്നെ. TRMന്റെ ലൂബ് കാര്യങ്ങൾ കിട്ടി. പിന്നെ ഇന്നലെ ഞാനൊരു ഷോപ്പിൽ പോയി അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെനിക്ക് ടാങ്ക് ബാഗ് തന്നായിരുന്നു. പിന്നെ അതുപോലെ ഹെൽമെറ്റ്, പിന്നെ ഓയില്, പിന്നെ കല്ലിങ്കൽ എന്ന് അവരെനിക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അതായത് അവർ വർക്ക് ചെയ്യുന്നതിന് എല്ലാം കൂടെ എഞ്ചിൻ സൈഡ് തന്നെ ഒരു 10,000 ആയി. അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പോകുന്ന റൂട്ടിലുള്ള എന്തെങ്കിലും വണ്ടിക്ക് പണി വരികയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചെറിയൊരു വാക്ക് കേട്ടതിൻ്റെ ആ ഒരു ധൈര്യം നിലവിൽ എൻ്റെ ഉണ്ട്. അങ്ങനെയൊക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ചെറിയൊരു സപ്പോർട്ട്, വേറെ ഒന്നും വേണ്ട, ഒരു നല്ലൊരു വാക്ക് കിട്ടണമെന്നാണ് ഏറ്റവും വലിയ. അപ്പോൾ ഞാനിത് വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞത്, എനിക്ക് എവിടെയെങ്കിലും ഈ പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും ഈ രാത്രി കിടക്കാൻ കണക്കിന് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്ഥലം, ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഞാൻ റൈഡ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങണം. വേറെ ഫ്ലാഗ് ഓഫ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല. കാര്യം അങ്ങനെയുള്ള സപ്പോർട്ടുള്ള ഒരു നാടല്ല എൻ്റെ നാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ആരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ നേരെ ഫസ്റ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയാണ് പോണത്. കൊച്ചിയിൽ ടയറും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളെനിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരെ മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ അവിടെ നിന്നാണ് റൈഡ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് പോകാനായിട്ട് പോകണം. അപ്പോൾ അതുവരെയും നമുക്ക് ഒന്ന് ഓടിപ്പോകണം എന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് വരുന്ന വീഡിയോസിൽ കാണാനായിട്ട് മാക്സിമം പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഡെയിലി എന്തായാലും ഞാൻ പോകുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ്, ഞാൻ ഈ ഒരു 2 പ്ലാറ്റ്ഫോം മാത്രമാണ് നിലവിൽ ഞാനിപ്പോൾ ആശ്രയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ മൈൽ സ്റ്റോൺ അതിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കുറച്ച്, അതായത് ഈ നിൽക്കുന്നത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഈ വണ്ടി തുഴഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇത് പോകണമെന്നില്ല. നിങ്ങൾ കൂടെ ഒരുമിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഒരൊറ്റ മനുഷ്യനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ വരുമോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അടുത്ത് ചോദിച്ചിട്ടില്ല.
കാര്യം അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്, അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ലൈഫാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ. ഒരുപാട് എന്താ പറയുക ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ തിരഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അതിപ്പോൾ എനിക്ക് വീട്ടുകാരുടെ എനിക്കും അത് പറയാൻ പറ്റില്ല. കാരണം അവർ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. ഫസ്റ്റ് റൈഡ് എനിക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് അതായത് ഈ ഒരു റൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് ആദ്യം പറയാം, ഈ ഒരു റൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന 3 പാർട്ടായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ചൈനയുടെ ബോർഡർ വരെ ഉള്ള ആ ഒരു സ്ഥലമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ പാസ് ആയിട്ടുള്ള, നേരത്തെ കർദുങ്കലായിരുന്നു, ഇപ്പോൾ ഉംലിംഗ പാസ്സാണ്. ഇത്രയും ദിവസം വെച്ച് വെയിറ്റ് ചെയ്ത് അതുകൊണ്ടാണ്. ഞാൻ ഈ ഇടയ്ക്ക് ട്രെയിനിൽ വെച്ച് ഒരാളെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് പറയണേ, അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞുതരാം. ട്രെയിനിൽ വെച്ച് ഒരാളെ കണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ പോയപ്പോഴാണ് ട്രെയിനിൽ വെച്ച് ഒരാളെ കണ്ട്. പുള്ളിയുടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത്, നീ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ലോകത്ത് എവിടെ വേണം വണ്ടി ഓടിക്കാന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി എന്നെ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പുള്ളി ആരാണെന്ന് എന്താണെന്ന് എനിക്ക് വലിയ നിഗമനമില്ല. ഞാൻ എൻ്റെ ഫോണിൽ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പുള്ളി എൻ്റെ അടുത്ത് യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു, ഞാൻ ഇതുപോലെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ്, നീ ധൈര്യമായിട്ട് പോകും. പുള്ളി പറഞ്ഞൊരു മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഇന്ത്യയിൽ പോകാൻ പറ്റുന്ന ഒരുപാട് റൂട്ടുകളുണ്ട്. ആ റോഡുകളിൽ നീ വണ്ടി ഓടിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ തിരിഞ്ഞിറങ്ങുക എന്നാണ് പറഞ്ഞത്. നേരെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഫസ്റ്റ് ഇന്ത്യ കവർ ചെയ്തതിന് ശേഷം ബാക്കി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന സ്ഥിരം കാണുന്ന പാറ്റേൺ ആണെങ്കിൽ അതല്ല. മാക്സിമം ഞാൻ എൻ്റേതായിട്ടുള്ള എഫേർട്ട് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ വണ്ടിയുടെ RC ബുക്ക് ക്ലിയർ ആയി വന്നിട്ടില്ല, അതൊരു പോയിന്റ്. ഇന്റർനാഷണൽ ലൈസൻസിന്റെ കേസിൽ ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കാനേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇതെല്ലാം കൂടെ റെഡി ആയി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് പോകണമെന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും നോർത്ത് സൈഡ് കയറിയിട്ട് അങ്ങനെ പോകണത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. അത് ഹാപ്പൻ ചെയ്യണം, അതായത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. അതായത് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ഇവിടെ നിന്ന് ഒരുപക്ഷെ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയ അത്രയും വലിയ കാര്യമാണ്. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റെഡിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പം നിലവിൽ ഞാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർദുങ്കൽ ഉംലിംഗ വരെയും വണ്ടി ഓടിച്ച് പോകണം എന്നൊരു ആഗ്രഹത്തിന് പുറത്ത് ഇറങ്ങുകയാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. മൂന്നാമത്തെയാണ് ഞാൻ സിംഗപ്പൂരിലോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സിംഗപ്പൂർ വഴി നമ്മുടെ ഈ ഒരു പൾസർ 220 കൊണ്ട് പോകാൻ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട്, ബജാജിൻ്റെ ബൈക്കിൻ്റെ കേസ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് ചിലർ വേറെ രീതിക്കാണ് എടുത്തത്. അപ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ പകുതി വഴിയിലാവും എന്നുള്ള രീതിയിൽ, അതായത് ഒരുപക്ഷെ ഞാൻ റൈഡ് പൂർത്തിയാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പകുതി വഴിയിലാവാന്നോ. അതൊരിക്കലും എൻ്റെ ബൈക്കിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബൈക്ക് അത് എത്തൂലെന്നോ അങ്ങനൊന്നും അല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിലിരിക്കുന്ന കാശിൻ്റെ കാശാണ് പറഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് തീരുന്നതിനനുസരിച്ച് എൻ്റെ ആ ഒരു യാത്രയുടെ ദൂരം കുറയുള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ പെട്രോൾ അടിക്കാനുള്ള കാശുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ എവിടെയും പോകും. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 2 വീലർ ഓടിച്ച് ഈ ഒരു ഭൂമി മാക്സിമം ഒന്ന് കവർ ചെയ്ത് വരണം. നിങ്ങളൊന്ന് ആലോചിച്ചു, സിമ്പിളായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ആരോഗ്യമായിട്ടിരിക്കുന്നത് കൂടിപ്പോയി കഴിഞ്ഞ ഒരു 40 വയസ്സിനകത്താണ്. ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ കേസാണ് പറഞ്ഞത്. 40 വയസ്സിനകത്താണ്. ഈ 40 വയസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളിന് സർവൈവ് ചെയ്ത് പോകണം. ഒന്ന്, അവൻ്റെ ഫാമിലി അവന് നോക്കണം. 2, അവന് ഡ്രീം നോക്കണം. 3, ഒരുപാട് കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരാളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വലിയ മറ്റൊന്ന് പറയണതല്ല, എന്നെപ്പോലെ ഒരുപാട് പേര് അവനവൻ്റെ ആഗ്രഹം പോലും പുറത്ത് പറയാൻ പറ്റാത്ത വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ലൈഫിൽ റിസ്ക് തന്നെയാണ് എടുക്കണം. ഒരേ സമയം എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കണം, ഒരേ സമയം എൻ്റെ ഡ്രീമും എനിക്ക് അച്ചീവ് ചെയ്യും. ഇവ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു ചങ്കുറ്റ തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായതിൻ്റെ ആ ഒരു ഫീലാണ്. ഒറ്റയ്ക്ക് ആകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവുള്ളൂ. ഇത് എന്തോ എനിക്ക് ഫീൽ ചെയ്ത കേസാണ് കേട്ടോ. അപ്പോൾ എന്നെ പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് ശബ്ദം ഇടറി പോകുന്നുണ്ട്. അത് ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു തന്നെയാണ്. അതായത് എനിക്ക് മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം ഒരാളാണ് കൊണ്ടുപോകേണ്ടത് ഇനി. അപ്പോൾ ഇനി പൂർണ്ണമായിട്ട് എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പം എൻ്റെ ഏജിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവും അല്ലെങ്കിൽ എൻ്റെ ഏജിലുള്ള എല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിലായിരിക്കണം പോകണം. അച്ഛനെ അമ്മേനെ എനിക്ക് നോക്കാൻ പറ്റണം. അവരെ പൂർണ്ണമായിട്ടും അവരെ ആരോഗ്യവും കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാൻ പറ്റണം. അതിനനുസരിച്ച് എൻ്റെ ആഗ്രഹവും എനിക്ക് നടന്നു കിട്ടണം എന്നാണ് എക്സ്ട്രാ. ഞാൻ അതാണ് പറഞ്ഞത്, എൻ്റെ ആഗ്രഹവും എനിക്ക് നടന്നു കിട്ടണം ഈ ഒരു ചുരുങ്ങിയ സമയത്ത്. ഒരു 40 വയസ്സിനകത്ത്, 40 വയസ്സൊന്നും ഞാൻ പറയാനല്ലോ, മാക്സിമം പോയ ഒരു 35 ആ 40 വയസ്സിന് ഉള്ളിൽ ഇവ കാര്യങ്ങളെല്ലാം എനിക്ക് ഓടി ഒന്ന് റെഡിയാക്കാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഒറ്റ കാക്കിയേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഒരുപാട് പേര് അല്ലാതെ സപ്പോർട്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒറ്റ കാര്യം മാത്രം. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 3 വർഷം കഴിഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യം എനിക്കിതിൽ അച്ചീവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചങ്കൂറ്റ കുറവ് എനിക്കുണ്ടായിരുന്നു. അതായത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞാനും അനിയത്തി മാത്രമാണ് മക്കളായിട്ടുള്ളത്. അപ്പോൾ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. ഇപ്പോൾ ഫാമിലി എല്ലാം നമുക്ക് ഒരുപാട് സപ്പോർട്ടുള്ള ഒരു ഇതല്ല. അപ്പോൾ പലരും അവരുടേതായിട്ടുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും ആശ്രയിക്കാൻ അങ്ങോട്ട് പോകാറില്ല.
അവരാരും ഇങ്ങോട്ടും എന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാറില്ല. നമ്മൾ ഒരു അങ്ങനെ നിന്ന് പോണ ഒരു സംഭവം. അപ്പോൾ ഈ ഫാമിലി ഇല്ലാത്തത് വിചാരിച്ചേക്കട്ട, എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കിട്ട് ഇഷ്ടമല്ല. പിന്നെ പല കാര്യങ്ങളിലും എൻ്റെ ചേട്ടന്മാരെ ഞാൻ ആശ്രയിച്ചിട്ടുമുണ്ട്. ഞാൻ ഇപ്പോൾ തീരെ അവരാരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പോകില്ല. അപ്പോൾ എല്ലാവർക്കും അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പൺ വന്നു പോകണം കേട്ടോ. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇപ്പം നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വീട്ടുകാർ തന്നെ പറഞ്ഞു, നീ എന്തായാലും നിൻ്റെ ആഗ്രഹമായിട്ട് പോയിട്ട് വാ, നമുക്ക് എന്താണ് സംഭവിക്കണമെന്നുള്ള എന്തെങ്കിലും കാണാം, നീ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് പേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ കേസിൽ മാത്രമേ ഉള്ളൂ. അല്ല എനിക്ക് ഒറ്റയ്ക്ക് പോകണമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അറിഞ്ഞുകൂടാത്ത ഭാഷയും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ താമസിക്കുന്നിടത്ത് ഒറ്റയ്ക്ക് പോകാനോ ഒന്നും എനിക്ക് പേടിയുണ്ടായിട്ടല്ല. എന്തോ എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് അത്ര ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത് വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. കേരളം മുതൽ സിംഗപ്പൂർ വരെ ഉള്ള ഒരു വലിയൊരു ജേണിയുടെ ഒരു തുടക്കം മാത്രമാണ് ഇത്. ഈ ഒരു സർക്കിൾ, ഒരു ഹാഫ് സർക്കിൾ കറങ്ങി പോകുന്നതിൻ്റെ ചെറിയൊരു സർക്കിൾ, വേറൊരു റൂട്ട് ഞാൻ എടുത്ത് തിരിക്കണമെന്നുള്ളൂ. ഈ ഒരു റൂട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ എനിക്ക് കറങ്ങാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് മനസ്സിലാവുന്നത്. അത് ഈ ഒരു സർക്കിൾ കറങ്ങാനായിട്ട് ഈ ഒരു ചെറിയൊരു സർക്കിളിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് സർക്കിൾ എന്ന് പറയുന്നത് ചെറിയൊരു ഓവലാണ് കേട്ടോ. അത് ഓവൽ തന്നെയാണ്. അപ്പോൾ അതെനിക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എനിക്ക് സർക്കിൾ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. ഇത് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണ് പോകണതെന്നുള്ള ഒരു കൺസിഡറേഷനെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് തരിക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ടാലേ എനിക്ക് മുന്നോട്ട് എനിക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വലിയൊരു ടീം എന്നെ സ്പോൺസർ ചെയ്യണം. അപ്പം വലിയൊരു ടീം സ്പോൺസർ ചെയ്യാൻ കണക്കിന് നമ്മൾ വലിയ പ്രൊഫൈലും കാര്യങ്ങളും ആയിട്ടുമില്ല. ഒരു 50K അടുപ്പിച്ച് ആവാനായിട്ട് പോകണേ ഉള്ളൂ. ഇനി ഈ 50Kയിൽ നിന്ന് ഇനി മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ അത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാതുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൻ്റെ അതേ പേര് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. ചുമ്മാ ചാർലി ഡി 400 എന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഡോമിനർ ആദ്യം എടുത്തുകൊണ്ട് വന്നത്, ഞാൻ ഈ ഒരു ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോമിനർ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ എനിക്ക് അന്ന് എന്നെക്കൊണ്ട് പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്ന് ബ്ലോക്കായി. എനിക്ക് അങ്ങനെ വണ്ടി കൊടുക്കേണ്ടി വന്നു. എൻ്റെ ചാനലിൻ്റെ പേര് പോലും അങ്ങനെ, ആ ഒരു വണ്ടിയുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ പേര് പോലും അങ്ങനെ ഇട്ടത്. അപ്പോൾ നിലവിൽ എനിക്ക് ആ വണ്ടി എൻ്റെ കയ്യിലില്ല. അപ്പോൾ സിംഗപ്പൂർ വരെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ 220 പോകണമെന്ന് തന്നെ ഇപ്പോൾ ഒരു വാശിയായി പോയി. എന്ന് വെച്ചാൽ വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെയും കൊണ്ട് പോകണമെന്നൊരു ആഗ്രഹം. അതാണ് സംഭവം. ഒരുപാട് പേര് പറഞ്ഞു, നീ ആ വണ്ടി കൊണ്ട് വിൽക്കഴിഞ്ഞാൽ നീ വഴിയിലാവും, നീ ഒരു കാരണവശാലും ആ വണ്ടി കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി എന്നെ വഴിയിലാക്കുമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മെഷീനാണ്. അവൻ ഓർഡിനൻസ് പൾസർ എന്നല്ല, അതായത് 220 എന്നല്ല, ഡോമിനർ ആയിരുന്നാലും ശരി തന്നെ, വേറെ ഏത് KTM അഡ്വഞ്ചർ ആയിരുന്നാലും ശരി തന്നെ, ഇനി മറ്റേ BMW 1250 GS ആയിരുന്നാലും ശരി തന്നെ, എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ 1250 GS ക്ലച്ച് പോയി കഴിഞ്ഞാൽ നിസ്സാരം നിങ്ങൾക്ക് അറിയാം, അത് വഴി കിടക്കാം. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അത്രയും വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് വന്നു കഴിഞ്ഞാൽ അത് വഴിയിലാവും. അത് അങ്ങനെയാണ്, മെഷീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഫണ്ടിന്റെ കേസിൽ ഞാൻ ചിലപ്പോൾ വഴിയിലായാലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ ഒരു കാര്യം ദയവേത് മനസ്സിലാക്കുക. ഒരു കാരണവശാലും എൻ്റെ വണ്ടിയെ ഞാൻ കുറ്റം പറയുകയോ എൻ്റെ വണ്ടിയെ മറ്റൊരാൾ കുറ്റം പറയാനോ ഞാൻ സമ്മതിക്കുന്ന ഒരാളല്ല. അത് എന്നെ പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഒരു കാരണവശാലും എൻ്റെ വണ്ടി എന്നല്ല, ഒരു ബൈക്കുകളെയും ഞാൻ കുറ്റം പറയാൻ സമ്മതിക്കില്ല. വാഹനത്തിന് ആൾക്കാരെ നിങ്ങൾ കുറ്റം പറഞ്ഞോ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ബൈക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ വാഹനം എന്ന് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ എന്നെ പോലെയാണ് നിങ്ങളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം തുടർന്ന് അങ്ങോട്ട് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം എന്നൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഇനി വൈകുന്നേരം 6:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ദയവേത് എനിക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഈ റൈഡിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. എനിക്ക് റൂട്ട് നോക്കണം, അതുപോലെ വണ്ടിയുടെ കാര്യം നോക്കണം, പിന്നെ എനിക്ക് നല്ല സ്റ്റേ എന്ന് പറഞ്ഞില്ല, എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കണം. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ റെക്കോർഡ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ അത് ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ ചിലർ ആലോചിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓർന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുക എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയില്ല, നിങ്ങൾ ബോറടിച്ചാലോ. അതുകൊണ്ടാണ് എന്തായാലും നല്ല വീഡിയോസിൽ കാണാം. ഞാൻ മിക്കവാറും ബുധനാഴ്ച രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നേരെ എറണാകുളമാണ് ആദ്യം പോകണം. അവിടെ നിന്ന് തിരിച്ച് റൂട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് പോകും. വലിയ പ്ലാന് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിൽ വീണ്ടും പറയാണ്, ഒരു ചെറിയൊരു എമൗണ്ടേ എൻ്റെ കയ്യിലുള്ളൂ. എത്രത്തോളം ഇത് ഓടിയെത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാണ്, ഒറ്റയ്ക്ക് തുഴഞ്ഞെന്ന് പറഞ്ഞ് ഈ വണ്ടി കരയ്ക്കെത്തണമെന്നില്ല. നിങ്ങളുടെ എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എന്താ പറയുക, ഒന്ന് കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ഇട്ടാണ് വരും. അടുത്ത വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.